SBI നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ടുകളുടെ 75% ലഭിച്ചത് ബിജെപിക്ക്. അദാനി അംബാനി കമ്പനികൾ പട്ടികയിലില്ലാത്തതിൽ ദുരൂഹത. പണം നൽകിയത് വമ്പൻ കമ്പനികൾ. ഹൈവേ നിർമ്മാണ കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ, ഖനി, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പട്ടികയിൽ. വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, ലഭിച്ച ബോണ്ടുകളിൽ 75% ബിജെപിക്ക് എന്നാണ് പട്ടികയിൽ പറയുന്നത്. ഒപ്പം തന്നെ വൻകിട കമ്പനികളാണ് പട്ടികയിലുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ? അസുത, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകിയ വിവരങ്ങൾ അതേപടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പബ്ലിഷ് ചെയ്തത് 2 പാർട്ടുകളായിട്ടാണ്. ഒരു പാർട്ടിൽ ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളാണ്, കോർപ്പറേറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയത് എന്നതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ലഭിച്ചു എന്നതാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതൊക്കെ കമ്പനികൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകി എന്നതിനെ കുറിച്ച് യാതൊരുവിധ പരാമർശവും നടത്തിയിട്ടില്ല. അത്തരമൊരു വിവരം പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയ കമ്പനികളിൽ ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തെ വൻകിട കമ്പനികളടക്കം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഹൈവേ, തുരങ്ക നിർമ്മാണ കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അടക്കം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോട്ടറി രാജാവ് എന്ന് വിശേഷിക്കപ്പെട്ട സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ഗ്രൂപ്പും നിരവധി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 1300 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി വാങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് കമ്പനികളുടെ പേരുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരതി എയർടെൽ, വേദാന്ത, LTF, നവയുഗ, സ്പൈസ്ജെറ്റ്, JK സിമന്റ്, സൺ ഫാർമ, മുത്തൂറ്റ് ഫിനാൻസ്, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ഫിനോലെക്സ്, PVR, ITC ഇത്തരത്തിൽ നിരവധി കമ്പനികൾ, അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ പണം തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കോവിഡ് വാക്സിൻ വികസിപ്പിച്ച സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ പട്ടികയാണ്. അതായത് ഏതൊക്കെ കമ്പനികൾ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന പട്ടികയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത് അദാനിയുടെയോ റിലയൻസിന്റെയോ പേര് പട്ടികയിലില്ല എന്നതാണ്. അത് വളരെയധികം ദുരൂഹതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. എന്തുകൊണ്ട് അദാനി അല്ലെങ്കിൽ റിലയൻസിന്റെ പേര് പട്ടികയിലില്ല എന്നൊരു കാര്യം വളരെയധികം ദുരൂഹതകളിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ബോണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിവരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75% തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ലഭിച്ചിരിക്കുന്നത് ബിജെപിക്ക് തന്നെയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്, അതോടൊപ്പം തന്നെ DMK, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പണം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരിച്ച ഈ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു, ഈ രണ്ടാം ഭാഗത്തിലാണ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ ബോണ്ടുകൾ വാങ്ങിയ പാർട്ടികളുടെ പേര് വിവരങ്ങൾ പറയുന്നത്. അതിൽ CPIM-ഉം ഒപ്പം തന്നെ CPI-യും ഇല്ല എന്നതും പ്രധാനപ്പെട്ട ഒന്നല്ലേ. കാരണം ഈ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലൊക്കെ തന്നെ BJP നേരിട്ടത്. കേന്ദ്രം വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നല്ലോ നേരിട്ടിരുന്നത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ വന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ ലിസ്റ്റിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടിട്ടില്ല. അത് CPIM-ഉം CPI-യുമാണ്. ഈ ഇടതു പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഇതുവരെ കൈപ്പറ്റാത്ത പാർട്ടികൾ എന്ന് പറയുന്നത്. അതോടൊപ്പം CPIM ആണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറായ ഈ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതും. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 4 വർഷത്തോളം CPIM
സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്നും രാജ്യത്ത് ഒരു പൗരന് അറിയാനുള്ള അവകാശം, അതായത് RTIക്ക് എതിരാണ്, അല്ലെങ്കിൽ ഒരു പൗരന് അറിയാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കി ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചത് പോലും CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് തന്നെയായിരുന്നു. എന്തായാലും തുടക്കം മുതൽ തന്നെ CPIM സ്വീകരിച്ചു വന്ന നിലപാടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പണം സ്വീകരിക്കില്ല എന്ന് കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്ത് CPIM മുന്നോട്ട് പോയിരുന്നു. ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് മറ്റ് ഈ BJPക്ക് ഇത്രത്തോളം വലിയ തിരിച്ചടി പോലും ലഭിച്ച സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു പട്ടികയിൽ നിന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. കാരണം ഏതൊക്കെ കമ്പനികൾ, അതായത് ഓരോ കമ്പനികളും തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്ന കമ്പനികൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും നിലവിൽ ഈ വിവരങ്ങൾ പബ്ലിഷ് ചെയ്ത സാഹചര്യത്തിൽ കമ്പനികളുടെ അടക്കം വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പല വൻകിട കമ്പനികളും ഈ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ എന്തുകൊണ്ട് അദാനി അല്ലെങ്കിൽ റിലയൻസിന്റെ പേരില്ല എന്നതും വലിയ സംശയങ്ങൾക്ക് വിരൽ ചൂണ്ടുന്നത്. അസുത, അതായത് വിഷ്ണു, ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ച ഈ വിവര പട്ടികയിൽ ഈ കമ്പനികളുടെ പേരും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഈ ബോണ്ടുകൾ വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ മാത്രമാണോ ഉള്ളത്? വിഷ്ണു, കേൾക്കാമോ? കീർത്തി, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? വിഷ്ണു, ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കമ്പനികളുടെ പേരും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ മാത്രമാണോ, അത്തരം വിവരങ്ങൾ മാത്രമാണോ ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ച പട്ടികയിലുള്ളത്? കീർത്തി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ അതിനെതിരെയുള്ള നിയമ പോരാട്ടം നടത്തിയത് മുതൽ തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത്, CPIM അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ആർക്ക് നൽകി എന്നൊരു വിവരം പ്രസിദ്ധീകരിക്കണമെന്നതാണ്. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചും ഈ ഒരു വിവരം കൃത്യമായി തന്നെ ഈ വാദം നടക്കുമ്പോൾ കൃത്യമായി തന്നെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചും പറഞ്ഞതാണ്. കാരണം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നു എന്നത് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ പൗരന്മാർക്കുണ്ട് എന്നൊരു കാര്യം കൃത്യമായി തന്നെ സുപ്രീം കോടതിയും ചൂണ്ടിക്കാട്ടിയതാണ്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കോർപ്പറേറ്റുകൾ അടക്കം പണം നൽകുമ്പോൾ ഭരണത്തെ പോലും അത് സ്വാധീനിക്കപ്പെടും എന്നതാണ്. ആ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് ഭരിക്കുന്ന പാർട്ടി പല നയങ്ങളും രൂപീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ തന്നെ അറിയാനുള്ള ഒരു അവകാശം രാജ്യത്തെ പൗരന്മാർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയത്. പക്ഷേ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വിവരങ്ങൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകിയ വിവരങ്ങൾ അതേപടി തന്നെ പബ്ലിഷ് പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അതിൽ ഈ രാജ്യത്തെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്നത് മാത്രം പ്രസിദ്ധീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. മറിച്ച് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 2019 മുതൽ ഈ 2024 ജനുവരി വരെ ഈ രാജ്യത്തെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ, കമ്പനികൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി എന്നതാണ് ആദ്യ ഭാഗത്ത് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ഡേറ്റാസ് ആണ് ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്.